നമസ്കാരം. എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളൊരു ചെറിയ സിനിമയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് പോലില്ല എൻ്റെ ലൈഫിൽ ഇതുവരെ. ഇപ്പം മേഡം എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഇപ്പം ഒരു ഭയങ്കര ഒരുപാട് ക്രൗഡാണല്ലോ ഇവിടെ. ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സാധിച്ചു? താങ്ക് യു പ്രതീക്ഷ. ഇത്രയും പ്രതീക്ഷയുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നാളെ ഞങ്ങളുടെ ഈ സിനിമ റിലീസാവും. ജനനം 1947 പ്രണയം തുടരുന്നു. ഒരു വലിയ കൂട്ടായ്മയുടെ സിനിമയാണ്. ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് നമ്മൾ ചെയ്തതാണ്. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും തന്നെ നമ്മളോട് ഈ സിനിമയുടെ കഥയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് വന്ന് ചെയ്തവരാണ്. ആരും ഈ സിനിമ ഒരു വലിയ ബെനിഫിറ്റ് നോക്കി ചെയ്യുന്നവരല്ല. ആ സിനിമ എന്തോ ഞാൻ കഥ ദീപക്കിനടുത്താണല്ലോ, മേഡത്തിനടുത്താണല്ലോ, ജയരാജനടുത്താണല്ലോ, ചേട്ടനാണല്ലോ, നന്ദനാണല്ലോ, എല്ലായിടത്തും കഥ ഡിസ്കസ് ചെയ്തു. ആ കഥ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മയുടെ എഫർട്ട് ആ സിനിമയിൽ കൃത്യമായി കാണാനുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അവാർഡ് സിനിമയൊന്നുമല്ല. ഇത് കൃത്യമായിട്ടൊരു ഫാമിലിക്ക് എൻ്റർടൈൻഡ് ആവുന്ന, കൃത്യമായ ഫാമിലിക്ക് എല്ലാം അങ്ങനെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നൊരു സിനിമയാണ് പ്രണയം തുടരുന്നു എന്ന ചിത്രം. അതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ കഥ പൂർത്തിയാവുന്ന സമയത്ത് ഒരു ഏകദേശം സിനിമയിൽ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള പല ആളുകളടുത്തും ചില ആൾക്കാരും കഥ പിച്ച് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ഞങ്ങളിത് തുടങ്ങിയതായിട്ട്. പക്ഷെ അത് പിന്നീട് അതൊക്കെ വലുതായി വന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇതൊരു ജെന്യുവിൻ കാസ്റ്റിങ്ങിലേക്ക് ഈ സിനിമ വരണം. കാരണം ആളുകൾക്ക് ഈ സിനിമ കാണുമ്പോൾ അത് ഇഷ്ടമാവുന്നത് അതിൻ്റെ കഥാ പശ്ചാത്തലം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ആക്ടർ, അങ്ങനെ ഒരാളിലേക്ക് ചിന്തിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ ജയരാജേട്ടനിലേക്ക് എത്തുന്നത്. പിന്നീട് നമുക്കൊരു ഇതിനകത്തൊരു നായികയെ വേണം. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള അങ്ങനത്തെ ഒരു മാനറിസം ക്യാരക്ടേഴ്സ് ഉള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അങ്ങനെ ജയരാജേട്ടൻ വരികയും പിന്നീട് ലീലാ മാമിൻ്റെ അടുത്ത് കഥ പിച്ച് ചെയ്യുന്നു. അതായത് കഥ ഞാൻ രാവിലെ അയച്ചു കൊടുക്കുന്നു. മാഡം രാവിലെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്ത് വൈകിട്ടായപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ്, ഐ എം ഹാപ്പി ടു ഡു ദിസ് ഫിലിം വിത്ത് യു. അങ്ങനെ ഇവിടെ എന്താണ് എന്ന് പോലും അറിയാതെയാണ് മാം ഇങ്ങോട്ട് വരുന്നത്. ഞാനതിന് മുന്നേ മാമിനെ കണ്ടിട്ടുള്ള മണിസാറിൻ്റെ ഫിലിമിലും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ചിത്രങ്ങളാണ് ഞാൻ മാഡത്തിന്. ഞങ്ങൾക്ക് തന്നെ സംശയമാകും ലീല മാം ഈ സിനിമയിലേക്ക് വരുമോ, ഞങ്ങൾക്ക് മാഡത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ. കാരണം അങ്ങനെ അട്രാക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സന്നാഹം, ഒരു ബാക്കപ്പോ, ഒരു പശ്ചാത്തലമോ ഒന്നും ഞങ്ങളുടെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കഥയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നാളെ സിനിമ ഞങ്ങൾ റിലീസിന് പോവുകയാണ്. വളരെ കുറച്ച് സ്റ്റേഷൻസ് എടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം. കാരണം ഓൾറെഡി നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ സിനിമ നമ്മൾ കൊണ്ടുപോയി ചർച്ച ചെയ്തു. അവിടെ നിന്നൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ ഈ റീസെൻ്റ് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലൊക്കെ ഫെസ്റ്റിവലിൽ പോകുന്നു. അവിടെ ഞാൻ ചെല്ലുന്ന സിനിമ കഴിയുന്ന സമയത്താണ്. അവിടുന്ന് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിക്കുന്നു. അവർക്ക് എന്നെ ഒരുപാട് നാളായിട്ട് പരിചയമുള്ള പോലെ അവർ സംസാരിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട് അത് എന്നോടുള്ള പരിചയമല്ല, ആ സിനിമ അവരെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു, അല്ലെങ്കിൽ ആ സിനിമ അവരെ അത്രയും ഇഷ്ടപ്പെടുത്തി, ആ സിനിമയോടുള്ള ഇഷ്ടമാണ് അവർ എന്നോട് കാണിക്കുന്നതെന്ന് എനിക്കപ്പോൾ തന്നെ തോന്നുന്നത്. ഇത് എൻ്റെ സക്സസ് അല്ല, അത് ആ സിനിമയുടെ സക്സസ് ആണ്. കണ്ടിട്ട് ഹാപ്പിയായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാവരും തന്നെ പ്രണയം തുടരുന്നു എന്ന സിനിമയോട് കാണിക്കുന്ന സ്നേഹമാണ് എന്നോട് കാണിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടനാണെങ്കിലും ഞാൻ ഒരുപാട് വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തേരാപ്പാര തെക്ക് കൊടുത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു കഥയുണ്ടായി, ആ കഥയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങി. ഓക്കെ, നമുക്കൊരു പ്രൊഡ്യൂസർ ആവുന്നില്ല, ഒരു ആക്ടറെ പിച്ച് ചെയ്യാൻ പറ്റില്ല, ഒന്നും നടപടിയാവാതെ വന്നപ്പോഴാണ് ഓക്കെ സ്വന്തമായിട്ട് എന്നാൽ പിന്നെ ഈ സിനിമ ചെയ്തേക്കാം. ഇതിന് മുന്നേ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാതാവും എഴുത്തുകാരനുമായിരുന്നു ഞാൻ. അത് കോലുമിഠായി എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് 2017 മികച്ച കുട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു ഏജ്, അത് കുട്ടികളുടെ സിനിമയായിരുന്നു. നെക്സ്റ്റ് സിനിമ ഏജ് കാറ്റഗറിയിലായിട്ടുള്ളൊരു സിനിമ. അപ്പം ഒരു പ്രണയ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് സിനിമയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പ്രണയം നമുക്കൊരു ഒരു വാർദ്ധക്യത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ അതിനൊരു കുറച്ചും കൂടെ പുതുമയുണ്ടാവും. ആളുകൾക്ക് പുതിയൊരു അനുഭവം കൊടുക്കാൻ പറ്റും. ഈ
കണ്ട് കഴിയുമ്പോൾ കൺഫേം ആയിട്ടും എനിക്കുറപ്പുണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനപ്പുറം ഒരു പ്രേക്ഷകൻ പറയാൻ പോകുന്നത് പ്രണയം തുടരുന്നു എന്ന സിനിമ എനിക്കൊരു അനുഭവമായിരുന്നു എന്ന് തന്നെയാണ്. ഇതിൻ്റെ അഭിനയിച്ച കുറച്ച് കാര്യങ്ങളും അതിനകത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ജയരാജ് ചേട്ടനെ ഒന്ന് മൈക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുത്തുകൈ. എന്താ സംസാരിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം കിട്ടിയിട്ടില്ല. സിനിമയിലേക്ക് എങ്ങനെ വന്നു? ഈ സിനിമ അഭിനയിച്ചതിൻ്റെ ആദ്യ നായക വേഷമല്ലേ? ആദ്യത്തെ 70 വയസ്സിൽ അല്ലെങ്കിൽ 40 വർഷം സിനിമയിലുണ്ടായിട്ടുള്ള ആദ്യ നായക വേഷമല്ലേ? അപ്പം അതേ പറ്റിയിട്ട് അതിൻ്റെ ഒരു അനുഭവം ആളുടെ അടുത്ത്. അഭിജിത്ത് പറയുന്നത് ശരിയാണ്. ജീവിതത്തിലെ ആദ്യത്തെ സിനിമയിലെ നായക വേഷമാണ്. അത്രയും കാലം ഞാൻ സിനിമയിൽ വളരെ കാലം ഉണ്ടായിരുന്നെങ്കിലും വളരെ വളരെ ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ചുകൂടെ ഡയലോഗുകളുമായിട്ട് മലയാള സിനിമയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. എൻ്റെ പ്രധാന അഭിനയ വേദി നാടകവേദിയാണ്. ആദ്യമായിട്ടാണ് നായിക വേഷം ചെയ്യുന്നത്. അത് എത്തിപ്പെടുന്നത് ഹെലൻ എന്ന് പറയുന്ന ഒരു പടത്തിൽ നിന്നാണ്. എന്നെ അഭിജിത്ത് കണ്ടെത്തുകയും എന്നോട് കാര്യങ്ങൾ പറയുകയും വളരെ ചെറിയ സബ്ജക്റ്റാണ്, വളരെ ചെറിയൊരു സാമ്പത്തിക കൊണ്ട് നടത്തുന്ന ഒരു സിനിമയാണ്, പിന്നെ സഹകരിക്കണം, സ്ക്രിപ്റ്റുകളും കൂടെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മുടെ ക്യാമറമാൻ സന്തോഷ് ഭായി നമ്മളെ കോഴിക്കോട് വരികയും അതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയുകയും അങ്ങനെയാണ് അവരുടെ ദിവസം എത്തുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ ലൊക്കേഷനിൽ എത്തുന്നു. പരിമിതമായ വളരെ വളരെ പരിമിതമായ രീതിയിൽ തന്നെയായിരുന്നു. അന്നാണെങ്കിൽ കോവിഡിൻ്റെ ഒക്കെ ഏതാണ്ടൊരു കാലഘട്ടം. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കൂടി 1-2 വീടുകളിലൊക്കെയാണ് താമസിച്ച് പിടിച്ചത്. അങ്ങനെയാണ് ആ ഷൂട്ടിങ്ങൊക്കെ മുന്നോട്ട് പോയത്. ഞാനിങ്ങനെ ചുമ്മാ പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരു സംഭാഷണമൊക്കെ തോന്നും. ജയരാജനോട് ഒരു കാര്യം ജയരാജൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ജയരാജന് ഒരുപാട് കാലം മുമ്പ് ഒരിക്കലും കാര്യം എടുത്ത് പറഞ്ഞത്, ഇത്രയും നാളും ജയരാജൻ്റെ ചായപ്പീടിക എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നാളെ ജയരാജൻ്റെ ചായപ്പീടിക എന്നുള്ള പേര് മാറുവാണ്. സന്തോഷമുണ്ടോ അതിനകത്ത്? പിന്നെ അതിലൊക്കെ വളരെ സന്തോഷമുള്ള ചായപ്പീടിയ എന്ന് ജയരാജനെ വിളിച്ചുകൊണ്ടിരുന്ന കഥ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഒന്ന് പറയാം. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചായക്കടക്കാരൻ്റെ വേഷം ചെയ്ത ആണ് നമ്മുടെ ജയരാജൻ. അപ്പം അന്ന് തൊട്ട് ജയരാജൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ജയരാജൻ്റെ ചായപ്പീടിയ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതെൻ്റെ ഫ്രണ്ട്സെല്ലാവരും കൂടി അങ്ങനെ ഒരുപാട് സിനിമകളിൽ ചായപ്പീടിയുടെ ഒന്നിൻ്റെ ചായപ്പീടിയുടെ അകത്ത് ഇരിക്കുന്ന ആൾ, എല്ലാം ചായ പാരുന്ന ആൾ, എങ്ങനെയാണ് ചായക്കടയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം 2-3 സിനിമ ചെയ്യാൻ പോകുന്നതും ഇതേപോലത്തെ ചായക്കടയും ഇതിനോടുമൊക്കെ ബന്ധപ്പെട്ടതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ല വേഷങ്ങൾ നടന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ഉണ്ടായത്. നമുക്കിത് സൗഹൃദമായിട്ട് സംസാരിക്കുക, അതാണ് കൂടുതൽ ഉണ്ടാവുക എനിക്ക് തോന്നുന്നത്. ഓക്കെ, നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് I think Namaskaram ellarkum. First of all, the script that attracted me the most. It's a beautiful story. It's a sincere, loving story. Secondly, on the sets, the sincerity which every single actor brought to the set, that is very special. Everybody was there. Everybody was there not for I don't think for the commercial success of their careers or the commercial success of the film. They came because the story was good and because everybody wanted to do that character sincerely. So and then of course the music and the photography by Santosh Sharma, just unbelievable. So all these factors make you want to be part of that unit and want you to do that film. Also the story is special because at our age getting the role of a Nayaka is not normal. But it was enjoyable, it was daring, it is a good social comment on elderly people being put into old age homes and the freedom you want from that home also. Even in that home, though there were many friends, this character, my character, wanted the freedom to make her own choices. I like that. Thank you.
ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് സംസാരിച്ചത് ബാക്കി എല്ലാം സംസാരം ഓവർ ദ ഫോണാണ് മാമിൻ്റെ അടുത്ത്. അപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു 3, 4, 5 അങ്ങനെ മാം നമ്മുടെ ക്യാരക്ടറിലേക്ക് ആയി വരുന്നത്. ഞാൻ രാവിലെ ഒരു 6:30 തൊട്ട് വൈകിട്ട് 9 മണി വരെ ഞാൻ ആക്ച്വലി ലീല മാമിനെയാണ് ഞാൻ ഫുൾ ടൈം മോണിറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 10-25 ദിവസമായിട്ട് വേറെ ഒരാളുമായിട്ടും ഞാൻ അങ്ങനെ കാണലില്ല. ഇങ്ങനെ ഇത് തന്നെ സിനിമ എന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 10-15 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പയ്യപ്പയെ ഞാൻ എനിക്ക് മേഡത്തിനോട് ക്രഷായി സ്റ്റാർട്ട് ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് വഴക്കിട്ടിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. മാം ഓർക്കുന്നുണ്ടോ? ഞാൻ മാമിൻ്റെ അടുത്ത് സംസാരിക്കാറില്ല. കാരണം ഞാൻ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ വേറെ ടോക്കിനൊന്നും ചെല്ലാറില്ല. ഞാൻ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാമിൻ്റെ അടുത്ത് വഴക്കിടാൻ തുടങ്ങി. എൻ്റെ അടുത്ത് മിണ്ടില്ലല്ലോ, നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുക, എന്നോട് മാത്രം സംസാരിക്കില്ല എന്നൊക്കെ മാം എൻ്റെ അടുത്ത് വഴക്ക് കിട്ടായിരുന്നു. ഇപ്പം പക്ഷേ ആക്ച്വലി വഴക്കൊന്നുമില്ല. എനിക്ക് ഉറപ്പുണ്ട് ചെന്നൈയിലെ ഫെസ്റ്റിവലിൽ കഴിഞ്ഞ് അവിടെ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു ചെന്നൈയിലെ ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ മാം കാണുന്നു, അവിടെ മാമിന് ഭയങ്കര കയ്യടി കാര്യങ്ങളൊക്കെ കിട്ടി. എല്ലാം കഴിയുമ്പോൾ മാം എന്നെ തിരിച്ച് വിളിച്ചു. ഫസ്റ്റ് കോൾ മാമിൻ്റെയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കോളാണത്. കാരണം എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചിട്ടുള്ളത് മാം തന്നെയാണ്. ആൻഡ് ഈ ക്രഷിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി മാമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളിത് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാമിൻ്റെ അടുത്ത് പറയാം, മാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി തോന്നിക്കൊണ്ടിരുന്നത് ഇതൊരു ചെറുപ്പക്കാരുടെ സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20-22 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സിൽ ലീല സാംസൺ എന്ന് പറയുന്ന ഒരാൾ, ആ ആളുടെ ഏജിൽ എനിക്ക് ആ ആളെ ഒന്ന് പരിചയപ്പെട്ടു. മീൻസ് ആ കൂടെ ചുമ്മാ ഒന്ന് ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മാമിൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ഇപ്പം മാം എനിക്ക് 73 ഇയേഴ്സ് മാമിന് ഏജ് ഉണ്ട്. പക്ഷേ ലീല മാമിൻ്റെ ഒരു ക്യാരക്ടറും മാമിൻ്റെ സംസാരം അതിൻ്റെ റാപ്പോ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ 10-25 വയസ്സുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ ജയരാജ് ചേട്ടൻ്റെ ലീല മാമിനെ വെച്ചിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവരുടെ പ്രണയം ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കോൺവെർസേഷൻസ് ഇവർ തമ്മിൽ സംസാരിക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊതിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് തന്നെ ഒരു കല്യാണം കഴിക്കണമെന്ന്. ലീല മാമും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്തൊരു ഭയങ്കര ഒരു വലിയൊരു സംഭവം ഉണ്ട് ആക്ച്വലി ഇതിനകത്ത്. മാം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. മാം ഇപ്പൊ 73 വയസ്സായി. ഈവൻ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ പോലും വിചാരിച്ചിട്ടുണ്ടാവും ലീല മാം ഈ ഏജ് കല്യാണം കഴിച്ചു. ഇത് പോസ്റ്ററാണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് മാമിന്റെ ലൈഫിലാണെങ്കിൽ പോലും ഇങ്ങനെയൊരു വേഷം ഇട്ട് ഒരു മാല ഇട്ട് ചിലപ്പോൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും ലീല മാമിന് നിൽക്കാൻ പോലും ഇനി അല്ലേ അല്ലേ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ മാം ആക്ച്വലി സിനിമ കമ്മിറ്റ് ചെയ്തതെന്ന് വരെ പിൽക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. എൻ്റെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ കഥ പറഞ്ഞു, ഒരു പരിചയം ഇല്ലാതെ ഈ സിനിമ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വന്ന 3 പേര് ഇവിടെ ഉണ്ട്. ദീപക്, നന്ദൻ ബ്രോ, നോബി ചേട്ടൻ. അപ്പം ഞാൻ ഇവർക്ക് എന്താണ് പറയാനുള്ളത് കൂടെ ഞാൻ ഒന്ന് മൈക്ക് കൈമാറാണ്. ദീപക്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഫോൺ കൂട്ടിയാണ് ഞാൻ കഥ അയക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ വലിയ പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കഥ എന്താണ് കേൾക്കട്ടെ പരിപാടി കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൽ കൂടെ നമ്മളൊരു 1.5 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ കഥ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇതിന് ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയരാജേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജയരാജേട്ടൻ കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും ഇപ്പം എനിക്ക് തോന്നുന്നു ഹെലനിലാണ് ജയരാജനെ കുറച്ചുകൂടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സിനിമ. അതിന് മുന്നേ ഒരുപാട് സിനിമകൾ നമ്മളൊരു പറയുന്ന പോലെ ചായക്കടയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള പരിചയമാണ്. അപ്പം ഹെലന് മുന്നേയും ജയരാജൻ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അതിനുശേഷം കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടാവും ജയരാജൻ. പക്ഷേ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ നായകനായിട്ട് അഭിനയിച്ചു ജയരാജൻ. അപ്പോൾ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജൻ്റെ നായകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് നെല്ലിക്കോട്ട് പരിചയമുണ്ട് ജയരാജനെ, പിന്നെ അടിപൊളി മനുഷ്യനാണ്. അപ്പം പിന്നെ ഞാൻ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ്. ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി. ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്തത്. ഏത് ഫെസ്റ്റിവലിൽ? ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ.
അപ്പം സിനിമയും ഭയങ്കര എല്ലാവരും ഈ പറയുന്ന പോലെ കുറേ ഫെസ്റ്റിവലിന് പോയി ആക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ സിനിമയല്ല. കാരണം ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ. അത് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഉറപ്പായിട്ട് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. ഞാനും സിനിമ കാണാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും സന്തോഷമുണ്ട് ജയരാജൻ ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എനിക്കും എല്ലാവർക്കും നല്ല സിനിമകൾ. കാരണം അഭിയത്തിൻ്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, നല്ല രസമുള്ള കഥ. നമ്മൾ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിയത്തിൻ്റെ വേറൊരു സിനിമ ഇപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അഭിയത്തിൻ്റെ അടുത്തുള്ള സിനിമകളിലും എനിക്ക് ഭാഗമാകാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു. നന്ദനുണ്ണി. നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അബിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 1983 നമ്മൾ സിനിമ ചെയ്യുമ്പോൾ തൊട്ട് അബിയെയും നമ്മുടെ സിനിമാറ്റോഗ്രാഫറായ സന്തോഷേട്ടൻ പരിചയമുണ്ട്. ഇപ്പോൾ കോലിമിഠായി എന്നുള്ള പടത്തിൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറുമാണ് അഭിജിത്ത്. അപ്പോൾ അതിന് സംസ്ഥാന അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അഭിജിത്ത് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഇങ്ങനെ ക്യാരക്ടറുണ്ട് നന്ദപ്രോ ചെയ്യുമെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ക്യാരക്ടർ രഘു എന്നുള്ള ക്യാരക്ടറാണ്. ജയരാജേട്ടൻ്റെ മകനായിട്ടാണ്, ഇളയ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മൂത്ത മകനായിട്ട് ഇർഷാദൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഭാഗമാവുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നൊരു സിനിമയാണ് ജന്മമാനത്തിലുള്ള 47 പ്രണയം എന്നുള്ള സിനിമ. ഇതെന്തായാലും ഇതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഇതൊരു അവാർഡിനൊക്കെ പോയി കുറേ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും അങ്ങനെ കാണുന്നത്. നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജയരാജനെ സംബന്ധിച്ച് ഞങ്ങൾ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്നുള്ള സിനിമയിലും വേറെ 1-2 സിനിമകളും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജയരാജൻ ഇതിലൊരു നായകനായിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ലീല മാമിൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ സന്തോഷങ്ങളാണ് മനോഹരമായ പെട്ടെന്ന് ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ നോബിച്ചായിട്ടും പിന്നെ അനുസിത്താരുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സന്തോഷം. ഒരു പ്രോത്സാഹിപ്പിക്കാൻ എത്തിക്കുന്ന വലിയ ഒരു മാധ്യമക്കൂട്ടം, ഒരുപാട് സന്തോഷം. കാര്യം നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത്. കാര്യം ഒരു കുഞ്ഞു സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ സ്വപ്നമാണ് ഈ സിനിമ. കാര്യം ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് അതിൽ തന്നത്. ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഈ സിനിമയിൽ എനിക്ക് 16 ദിവസമോ 13 ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു. പിന്നെ 20 ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ 3 പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു, കോവിഡും ഉണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും. കാര്യം ആ വീട്ടിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, അങ്ങോട്ട് പോകല്ലേ, തലേദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ കുറച്ച്, പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഉണ്ടായിക്കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ തന്നു. കാര്യം വേറെ ഒന്നുമില്ല, കോവിഡ് ഇതൊക്കെയാണ്. നല്ല ഭക്ഷണം കഴിച്ചു. പിന്നെ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ, പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷനില്ല. കാര്യം അങ്ങനെയാണ് നമ്മളടുത്ത് പറയുന്നത്, അഭിനയിക്കുന്നത്. അതുകൊണ്ട് ടെൻഷനില്ലാതെ അഭിനയിച്ചു. അപ്പോൾ അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യം. അപ്പം ജയരാജേട്ടൻ, ലീല മാഡം, ഒത്തിരി പേര്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ പോലും എന്ത് പറയുന്നത്, കുറേ കൂട്ടുകാർ, അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരാണ്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ആവണമെന്നില്ല. അതൊരു ചെറിയൊരു ക്രൂവിൽ ചെയ്തൊരു സിനിമ. അപ്പോൾ ഈ കാര്യം എന്ത് പറയുക, ഞാനൊരു മൗനാണ്. ഞാനൊരു 15 വയസ്സ് മുതൽ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പോൾ അന്നൊക്കെ മിമിക്രിയൊക്കെ ഇഷ്ടംപോലെ കളിക്കുന്ന സമയം, ഒരു സീസണിൽ 100-300 പരിപാടി കളിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും തനിച്ചാണ്. അപ്പോൾ വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളൂ. ഞാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. കാര്യം അപ്പോൾ എൻ്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര കൂട്ടാണ്. ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത്. രണ്ടുപേരും വേർപിരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഡിസംബർ 2-ാം തീയതി എൻ്റെ അമ്മ മരിച്ചു.
പക്ഷെ അതിനുശേഷമാണ് ഒറ്റപ്പെടൽ. കാര്യം എൻ്റെ അപ്പൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. കാര്യം എനിക്കെപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് എനിക്ക് ജയരാജേട്ടൻ്റെ ക്യാരക്ടർ. ജയരാജേട്ടൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കാണുമ്പോൾ ജയരാജേട്ടൻ്റെ ഓർമ്മമാരും നിങ്ങളുടെ സിനിമ കാണുമ്പം എന്തെങ്കിലും എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ആണ് മനസ്സിലാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് വീണ്ടും ഒരു കൂട്ടാകുമ്പോൾ അതായത് കൂടുതൽ നമുക്ക് സന്തോഷം തരും. അങ്ങനെയൊക്കെയുള്ള കുറേ ഇമോഷണലായിട്ട് പോകുന്ന കുറേ സംഭവങ്ങളൊപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ ഒരു വലിയ സിനിമ തന്നെ വിജയിപ്പിക്കുന്നത് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം. ക്യാമറമാനാണ്. ഞങ്ങൾ ഇത് വളരെ ലോ ബഡ്ജറ്റ് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ്. ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഒരു സിംഗിൾ ലെൻസിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഈ ക്യാമറ ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു 32mm ലെൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ നിന്നുകൊണ്ട് വളരെ ചെറിയ ലൊക്കേഷനിൽ ഒതുങ്ങിയ ഒരു ചെറിയ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ലെൻസിങ്ങിൻ്റെ ഒരു രീതികളും ക്യാമറ ശ്രദ്ധിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യുന്ന തന്നെയാണ് ഞങ്ങളുടെ വിചാരം. ഞങ്ങൾ പിന്നെ ഒരു എന്താണ് ഒരു സ്റ്റേജിൻ്റെ പുറത്ത് നിന്ന് കാഴ്ച എങ്ങനെ കാണണോ അതേ ഒരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സിംഗിൾ ലെൻസ് യൂസ് ചെയ്തത്. കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ആ കഥാപാത്രത്തിനോട് അടുത്തേക്ക് ചെല്ലുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ വൈഡായിട്ട് നിന്നും ലാൻഡ്സ്കേപ്പുകളൊക്കെ കൂടുതൽ കവർ ചെയ്യാൻ പാകത്തിന് നല്ല വൈഡ് ലെൻസായിട്ടാണ് യൂസ് ചെയ്തത്. 32 വൈഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 വൈഡിനേക്കാളും നോർമൽ ലെൻസിന് 20 വൈഡിനേക്കാളും വൈഡ് കൂടുതലുണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ ക്ലോസുകൾ എടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകളായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ കണ്ടവരാരും ഞങ്ങൾ ഒരു സിംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മാമും ജയരാജേട്ടനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. രാവിലെ ഏർലി മോർണിംഗിൽ ഞങ്ങൾ ഷൂട്ട് വയ്ക്കും. അപ്പോൾ ഞങ്ങളൊരു മാമിനോട് ചോദിക്കും, മാം നമുക്ക് ഏർലി മോർണിംഗ് വരാമോ എന്ന് ചോദിക്കുമ്പോൾ മാം എത്ര മണിക്ക് വന്നത് ചോദിക്കും. ഞങ്ങൾ ഒരു 6-6:15 വന്നാൽ മതി. മാം ഒരു 5:40 വിളിക്കും, മാം റെഡിയാണെന്ന് പറഞ്ഞു. അത്രയ്ക്കും ഡെഡിക്കേഷനാണ് ഇവർ നമ്മുടെ കൂടെ എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പടം ഇത്രയും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. അപ്പം ലൈറ്റുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏർലി മോർണിംഗും ഈവനിങ്ങും മാത്രമാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നൈറ്റ് ഷോട്ടുകൾ കുറേ അധികമുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ലിമിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എന്നാലും നിങ്ങൾ സിനിമ കാണുക, കണ്ടിട്ട് ഒരഭിപ്രായം പറയുക എന്നുള്ള ഒരാഗ്രഹം ആണ്. സിനിമ നന്നായി വന്നാൽ ഞങ്ങൾക്കൊക്കെ പ്രയോജനം കിട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും മാക്സിമം ഞങ്ങളതൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു കൊച്ചു സിനിമയാണ്, അത് നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിച്ചു. ഞങ്ങൾ തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്യാണ്. വളരെ കുറച്ച് സ്റ്റേഷനേ ഉള്ളൂ. എങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് മാക്സിമം ഒരു സപ്പോർട്ട് തന്നാൽ ഞങ്ങൾക്ക് ഇത് ചിലപ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ നല്ലൊരു സ്ക്രിപ്റ്റും കണ്ടവരെല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് നന്നായി വരും. അപ്പോൾ സപ്പോർട്ടും കൂടെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ടൊരു വഴികാട്ടി ആയിരിക്കും ഈ സിനിമ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ ഈ സിനിമയുടെ അകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ പ്രായത്തിൽ ആർക്ക് കിട്ടുവാടാ ഇങ്ങനെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നു. അതൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പ്രണയപരവശരായിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ ഒരുപാട് നായകധർമാരെ നമുക്കറിയാം. ഇപ്പോൾ തട്ടെനിക്കൊരു വീക്ക്നെസ് എന്ന് പറയുന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കിഷ്ടമാണ് അവിടെ എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ്റെ പോലത്തെ ഡയലോഗ്. ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു നായകനടൻ്റെ ഒരു റെഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് എന്തായിരുന്നു ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോണ്ടായിരുന്ന മനസ്സിലെ ഇമോഷൻ? ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞത്. പക്ഷെ അത് സ്ക്രിപ്റ്റിൽ എഴുതിയത് സ്ക്രിപ്റ്റ് റൈറ്ററും അവരാണ്. അവരിത് എഴുതുമ്പോൾ ഞാനിത് പറയുന്നു. പിന്നെ അങ്ങനെ ആ ചോദ്യം തന്നെ പറഞ്ഞു. അങ്ങനത്തെ ഒരു മോശം ഉണ്ടായിരുന്നു. അതെ അതെ അങ്ങനെ പറയുന്നത്. സജാദേട്ടൻ കമലൻ എന്നുകൊണ്ടൊരു ക്യാരക്ടർ. സജാദേട്ടൻ ഈ പറഞ്ഞ മാതിരി ജയരാജൻ്റെയൊക്കെ തന്നെ ഏജുള്ള ഒരാളാണ്. ആളുകൾ വന്നിട്ടില്ല. പുള്ളിയും ഭയങ്കര പാഷനേറ്റഡ് ആണ്. സിനിമയുടെ ഇങ്ങനെ ഭയങ്കര പാഷനേറ്റ് ഉള്ള ആളാണ്. അപ്പം പുള്ളീനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അപ്പം
ഞാൻ ഒരുപാട് ഏജ്ഡായിട്ടുള്ള കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട്. ഏകദേശം 10-40ഓളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട്. സജാദിയുടെ ക്യാരക്ടർ ജയരാജനോട് ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. ബ്രോ ആക്ച്വലി എന്താ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ കൂടെ പറയാൻ പറ്റും, ഞാൻ പറയാം. അല്ല മനസ്സിലായി കണ്ടേ. ചേട്ടാ 40 വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു. പക്ഷെ നോട്ടബിൾ ആയിട്ട് 1-2 കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ നായക വേഷത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു ചിത്രം വൈകിപ്പോയെന്ന് തോന്നുന്നു. വൈകിപ്പോയിട്ടില്ല, ഇതിനാണ് സമയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ് സമയം, ഇതിനാണ് സമയം. ലൈഫിലെ നല്ലൊരു പ്രായം മുഴുവൻ ചെറിയ കഥാപാത്രങ്ങൾ ഈ ഒരു പ്രായത്തിൽ നായകനായിട്ട് ഒരുപാട് അങ്ങനെ ചെറുതായി ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ നായക വേഷം ചെയ്യാൻ പറ്റിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ 10 പ്രാവശ്യം അടിച്ചിട്ടുണ്ടെങ്കിലും ഈ 10 അടിയും അത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവസാനത്തെ അടിയിലല്ല അത് പൊട്ടുന്നത് എന്ന് പറയുന്ന മാതിരി ഇത്രയും ചെറിയ വേഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് ആ വേഷം തരാൻ വരെ ഇതായതും അത് ചെയ്ത് പ്രതിഫലിക്കാൻ പറ്റിയതെന്നാണ് എനിക്കത് പറഞ്ഞത്. ഫ്രണ്ട്സായിട്ട് അങ്ങനെ ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ഉറക്കം പറയും, കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. സോ താങ്കളെ പോലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇപ്പം കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ആരെ അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ളവർ എന്ത് രീതിയിൽ ഫോളോ ചെയ്താലായിരിക്കും ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്? സീരിയസ്ലി ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് 2 തരത്തിലതിന് ഉത്തരം പറയാനുണ്ട്. അതായത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ആളുകൾ വരുന്നത് ഒന്ന് പൈസ കണ്ട് വരുന്നവരുണ്ട്, ഫെയിം കണ്ട് വരുന്നവരുണ്ട്. ഞാൻ കോലുമിഠായി എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസയും അങ്ങനത്തെ ഫെയിമും സംഭവമൊക്കെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് സീരിയസ്ലി എനിക്ക് ഈ പറയുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സംഭവം എന്നെ അതിശയിപ്പിക്കുന്നില്ല ഒരു പരിധി വരെ. നമുക്ക് ജീവിക്കാനായിട്ട് ഇന്നും കൂടെ പ്രതീക്ഷയെടുത്ത് ഡിസ്കസ് ചെയ്തൊരു കാര്യം. ഇപ്പം പൂർണ്ണമായിട്ടും സിനിമ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള പാഷനായി മാറിയിട്ടുണ്ട്. സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യമല്ലേ ആക്ച്വലി ബ്രോ ചോദിച്ചത്. എൻ്റെ വഴിയെ വരാനായിട്ട് ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല. കാരണം എനിക്ക് ഞാൻ ഞാൻ MBA കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ സംസാരിക്കും. അപ്പോൾ എൻ്റെ കൂടെ നോബിച്ചേട്ടൻ അല്ലെങ്കിൽ ജയനേട്ടൻ, മേഡം, ദീപക്, നന്ദൻ, ഇങ്ങനെ ഉള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ സംഭവിച്ചത്, ഈ സിനിമ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവരൊറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ കൂടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കും ഈസി പോസിബിൾ. കാരണം നമ്മൾ E4 എൻ്റർടൈൻമെൻറ്റ് CV സാരഥി എന്ന് പറഞ്ഞിട്ട് ഒരു അതിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി. ഞാനൊരു 7-8 വർഷം മുന്നേ പുള്ളിനെ കാണുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നമ്മളെന്ത് പറയും, കോലുമിഠായി കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ സിനിമ ചെയ്യാൻ പൈസ അല്ല വേണ്ടത്, നമ്മുടെ ഒരു പേര്, ആ പേര് ആ സിനിമ സംഭവിക്കുന്നത്. ഇപ്പം ഇന്ന് പ്രതീക്ഷേട്ടൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് പ്രതീക്ഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതേപോലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം. സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഒരു വലിയ താരം അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് അങ്ങനെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു കഥ, നല്ലൊരു കഥ, അതിൽ കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റിങ്, ഞാൻ പറഞ്ഞ വലിയ ഹീറോയിൻ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം. ഒരു ക്യാമറ, എന്ത് പൊട്ട ക്യാമറ ആയിക്കോട്ടെ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാമറയും വെച്ചിട്ട് ഇന്ന് സിനിമ പോസിബിളാണ്. അപ്പം അത്രയും ഈസി ആയിട്ടുള്ള ഒരു മാധ്യമമായി ഇന്ന് സിനിമ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജയരേട്ടൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയാൻ കാര്യം, ഒരിക്കലും നമ്മളൊരു പെർഫെക്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഒരു കഥയുണ്ട്, നമ്മുടെ ഒരു ക്യാമറയുണ്ട്, നമ്മളതിൽ അഭിനയിക്കാൻ ആളുകളുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്യും, ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫിലിം ആക്കും, അല്ലെങ്കിൽ 45 മിനിറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആക്കും, ഒരു 70 മിനിറ്റിന് മുകളിൽ സെൻസർ ചെയ്ത് സിനിമയാക്കും. ഇതാർക്കും പോസിബിളാണ്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്ക് ചെയ്യാനും കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും. ആ സൗഹൃദങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാര്യം, അല്ലാതെ അത് എൻ്റെ മിടുക്കല്ല. ബ്രോ, അതായത്
നല്ലൊരു സിനിമയാണ്, പക്ഷേ ഇത്രയും ഫെസ്റ്റിവൽസിലൂടെ നല്ല അവാർഡ്സുകൾ കിട്ടി. പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടെ പറയാറുണ്ട് തിയേറ്ററുകളിൽ എണ്ണം കുറവാണെന്നുള്ളത്. ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന മുടക്കിയ പൈസ തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു കടമയുണ്ടല്ലോ. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സത്യം ഇപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയരാജനാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല, അറിയാം. പക്ഷെ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് ഒരുപാട് ഓൾ കേരള കുറേ ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും കാണിച്ചുകൊണ്ടോ കുറേ റൈറ്റപ്സ് ഉണ്ടായത് കൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരാൾ വരില്ല. കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ. നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക, ആ അറിയിക്കൽ കൊണ്ട് ഒരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല. ഈ സിനിമ OTT വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് 100% 80% ആൾക്കാർ. അപ്പം നമ്മൾ എത്ര നല്ല സിനിമ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര കണ്ട് പൈസ പമ്പ് ചെയ്താലും ജനത്തിന് തോന്നണം ഓക്കെ ഈ സിനിമ ഒന്ന് കാണണം. ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ കൊടുക്കാവുന്നത് മൗത്ത് പബ്ലിസിറ്റി. സിനിമയുടെ ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ കാര്യം വേണമെന്നുകൊണ്ടല്ല, ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രൗൺസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണിത്. കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങുകൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ചാണ് സിനിമ കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത്. കാരണം ഇവരൊരാൾ തിയേറ്ററിൽ നിന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരുത്തുന്ന ആൾ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ടും എന്നെ വിളിക്കും, നന്നായിട്ടുണ്ട് പടം എന്ന് പറയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ കോൺഫിഡൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരതിന് അഭിപ്രായം പറയുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചോദിച്ചവർക്ക് ഞാൻ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നന്നായി സിനിമ വന്നു, പക്ഷെ ഇനി ഇത് ആളുകൾ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, നിങ്ങൾ പോസ്റ്റർ ഇട്ടില്ല, അവിടെ മറ്റേ ഇത് ചെയ്തില്ല, ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു വർത്താനം ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ടെൻഷൻ. അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ടെൻഷൻ ഒന്നുമില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ദൈവമേ ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുത്ത് തലേ വെച്ചോ എന്നുള്ള ടെൻഷനിലൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സിനിമ ആളുകൾ കണ്ട് തന്നെ അറിയേണ്ടത്. അതാണ് പ്രണയം തുടരുന്നു എന്ന് പറയുന്ന സിനിമയുടെ വിധി എന്ന് പറയുന്നത് വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണണം. കണ്ടാൽ ഉറപ്പാണ് എന്നെ തെറി പറഞ്ഞിട്ട് അകത്ത് കയറിയാലും പുറത്തോട്ട് ഇറങ്ങി വന്നതിനെ കെട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്.